ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനൊക്കെ ആണെങ്കിൽ കേസൊക്കെ ജയിച്ചിട്ട് അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നരസിംഹത്തിൻ്റെ കൊച്ചുമോൻ എന്തായാലും അയാളെ പേര് കളഞ്ഞില്ലല്ലേ വസുന്ധര. എന്തായാലും കോടതിയിലൊക്കെ കുറേ കള്ളക്കേസൊക്കെ ആയിട്ട് വന്നവരെ എന്തായാലും അവനെന്തായാലും പൊളിച്ചടിക്കേ വിട്ടേ. എന്തായാലും അവന് കേരളത്തിൽ തന്നെ നമ്പർ 1 വക്കീലായി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അനാമികയാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ദേഷിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നല്ലൊരു വക്കീലിനെ വയ്ക്കാനുള്ളതിന് എവിടെ കിടന്നൊരു വക്കീലിനെയും കൊണ്ടുവന്ന് പറയുന്ന സമയത്താണ് നമ്മൾ വേണു പറയുന്നുണ്ട്, ആര് നന്ദഗോപൻ വക്കീലോ, അയാളാണെങ്കിൽ നല്ല വക്കീലാന്നൊക്കെ പറയും. അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും കള്ളത്തെളിവൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിലും അയാൾ നമുക്ക് കുറച്ച് വിജയമൊക്കെ ഉണ്ടാക്കി തന്നേനെ. പക്ഷേ ഇയാൾക്ക് ഒരു ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ ഇങ്ങനെ നമ്മൾ വേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന നമ്മൾ നയനയും നവ്യയാണെങ്കിൽ പിന്നെ കനകയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ കനകയാണെങ്കിൽ നമ്മളെ CI സച്ചിദാനന്ദനെ കുറിച്ച് അങ്ങ് നല്ല പറയുക, അയ്യോ നല്ല മോനായ, ഒരു ചീത്ത സ്വഭാവമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്വഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദനും പറയുന്നുണ്ട്, ആ ശരിയാ, സച്ചിമോനിക്കാണെങ്കിൽ നമ്മളെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ജീവനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ ആണെങ്കിൽ നമ്മളെ CI സാറിനെ അങ്ങ് പുകഴ്ത്തി പാടും കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ പിന്നെ നമ്മളെ നന്ദുവിനെ കാണിക്കുന്നത് കേട്ടോ. നന്ദു ആണെങ്കിലും CI സച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അവരെ കേസൊക്കെ ഇതായി വെറുതെ വിട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ CI സാറാണെങ്കിൽ എല്ലാ ദേഷ്യം എന്നൊക്കെ ഇരിക്കുക. നമ്മളെ നന്ദുവിൻ്റെ ആ സന്തോഷം കണ്ടിട്ടാണെങ്കിൽ CI സാറാണെങ്കിൽ ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.